നിലമ്പൂരിൽ ഈഴവ വോട്ടുകളിൽ പ്രതീക്ഷ കൈവിട്ട് ബി.ജെ.പി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ആർ.എസ്.എസ് സംഘവും ക്രൈസ്തവ വോട്ടുകൾ പിടിച്ചെടുക്കും. ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ വോട്ട് പിടിക്കാൻ ബി.ജെ.പി. എസ്.എൻ.ഡി.പി വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കിയാൽ വെള്ളാപ്പള്ളി നടേശൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പണി കൊടുക്കും. കരുതലോടെ ഓരോ ചുവടും വെച്ച് ബി.ജെ.പി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച ബി.ജെ.പി. പിന്നീട് ആ തീരുമാനം മാറ്റിയതിന് പിറകിൽ വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായിരുന്നു. മത്സരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ മോശം പ്രകടനമാകാതിരിക്കാൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജാഗ്രത പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ അടിമുടി മാറ്റം വരുത്തിയിരിക്കുകയാണ് ബി.ജെ.പി. ഈഴവ വോട്ടുകളിൽ പ്രതീക്ഷയില്ലാത്തതിനാൽ പുറത്തുനിന്ന് വോട്ടുകൾ സമാഹരിക്കാൻ ബഹുമുഖ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആർ.എസ്.എസ് മേൽനോട്ടം വഹിക്കും. പഞ്ചായത്തുകളിൽ ആർ.എസ്.എസ് നോമിനികളായ സംയോജകർ ചുമതലയേറ്റിട്ടുണ്ട്. എസ്.എൻ.ഡി.പി യോഗം അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശന് അതൃപ്തിയുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ബി.ജെ.പി വോട്ട് കുറയാതെ നോക്കുകയാണ് ലക്ഷ്യം. എസ്.എൻ.ഡി.പി വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും എൽ.ഡി.എഫിന് പോകുമെന്നാണ് ബി.ജെ.പി വിലയിരുത്തൽ. വെള്ളാപ്പള്ളിയുമായുള്ള ധാരണ പ്രകാരമാണ് ഈഴവ വോട്ടുകൾ എൽ.ഡി.എഫ് ഉറപ്പിച്ചതെന്നതിനാൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്ന് പോലും ബി.ജെ.പി ആലോചിച്ചിരുന്നു. ഈ കാരണങ്ങളാൽ സ്ഥാനാർത്ഥി നിർണയത്തിലും ആശയക്കുഴപ്പമുണ്ടായി. വെള്ളാപ്പള്ളിയുടെ ചുവടുമാറ്റം കാരണം ബി.ഡി.ജെ.എസ് സംസ്ഥാന നേതൃത്വം സ്ഥാനാർത്ഥിയെ നിർത്താൻ താൽപര്യപ്പെട്ടില്ല. ഒടുവിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ശ്രമഫലമായാണ് മാർത്തോമ സഭാംഗം സ്ഥാനാർത്ഥിയായത്. ക്രൈസ്തവ സഭകളുമായി കൂടിയാലോചിച്ചാണ് ജോർജ് കുര്യൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിക്ക് 12,000-ൽ പരം വോട്ടുകൾ ലഭിച്ചിരുന്നു. ഇത്തവണ ഈ വോട്ട് കുറയാതെ നോക്കാനാണ് ബി.ജെ.പി ശ്രമം. ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകൾ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് ലഭിക്കാനിടയില്ല. പകരം ക്രൈസ്തവ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് സമാഹരിക്കാനാണ് നീക്കം. ക്രൈസ്തവരിൽ ഭൂരിഭാഗവും യു.ഡി.എഫിനോട് ആഭിമുഖ്യമുള്ളവരാണ്. ഈ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാനാണ് ബി.ജെ.പി ശ്രമം. ക്രൈസ്തവ കേന്ദ്രങ്ങളിലാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ പരോക്ഷ പിന്തുണ നേടാനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ശ്രമിക്കുന്നുണ്ട്. നഷ്ടപ്പെടുന്ന ഈഴവ വോട്ടുകൾക്ക് പകരമായി ഇതര വോട്ടുകൾ ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. തെക്കൻ ജില്ലകളിൽ നിന്നടക്കം പാർട്ടി കേഡർമാർ പ്രവർത്തിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ഈഴവ വിഭാഗങ്ങളിൽ ബി.ജെ.പിയോട് അനുഭാവമുള്ളവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ടെങ്കിലും അവരെ ഉപയോഗിച്ച് എസ്.എൻ.ഡി.പിയിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ ബി.ജെ.പി ഇപ്പോൾ ശ്രമിക്കുന്നില്ല. ഭാവിയിൽ വെള്ളാപ്പള്ളിയുടെ പിന്തുണ നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന ഭയം മൂലമാണിത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയസാധ്യതയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിൽ വെള്ളാപ്പള്ളി പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷ ബി.ജെ.പി നേതൃത്വം വെച്ചു പുലർത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും ആറ്റിങ്ങലും ഉണ്ടാക്കിയ മുന്നേറ്റം നിലനിർത്താൻ എസ്.എൻ.ഡി.പി പിന്തുണ ആവശ്യമാണെന്ന് ബി.ജെ.പി വിലയിരുത്തുന്നു. നിലമ്പൂരിൽ ദയനീയ തോൽവിയുണ്ടായാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ ആർ.എസ്.എസിനുണ്ട്. അതുകൊണ്ട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ മുന്നണിക്കായി മത്സരിച്ച ബി.ഡി.ജെ.എസ് സ്ഥാനാർത്ഥി നേടിയ വോട്ടുകൾക്ക് മുകളിൽ കണ്ടെത്താൻ ആർ.എസ്.എസ് കഠിനാധ്വാനം ചെയ്യും. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക 2,32,381 പേരാണ്. 1,13,613 പുരുഷ വോട്ടർമാരും 1,18,760 സ്ത്രീ വോട്ടർമാരും 8 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നതാണ് പുതുക്കിയ വോട്ടർ പട്ടിക. ഇതിൽ 7,787 പേർ പുതിയ വോട്ടർമാരാണ്. 373 പ്രവാസി വോട്ടർമാരും 324 സർവീസ് വോട്ടർമാരുമുണ്ട്. 59 പുതിയതുൾപ്പെടെ 263 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകളാണ് സജ്ജീകരിക്കുക. റിസർവ് ഉൾപ്പെടെ 315 വോട്ടിംഗ് യന്ത്രങ്ങളും 341 വി.വി പാറ്റുകളും ഉപയോഗിക്കും.